ബാലമാമൻ ആഗ്രഹിച്ച പോലെ അമ്മ ജനിച്ച ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് ഞാൻ വന്നു. എന്നെ വിട്ട് പോലമ്മ, എന്റെ കൂടെ തന്നെ വേണം. എനിക്ക് അമ്മയൊന്നും കാണാലോ. എന്താടി കാണിക്കുന്നേ? അമ്മയുടെ ഫോട്ടോ ഇവിടെ. അയ്യടാ, അമ്മയുടെ ഫോട്ടോ. എടി നീ വീട്ടിൽ കാലെടുത്ത് വെച്ചത് തന്നെ ഐശ്വര്യക്കേടാ. അതും പോരാഞ്ഞിട്ട് ഇവളുടെ ഫോട്ടോ ഈ റൂമിലെ ചുമരി തൂക്കുന്നല്ലേ? അറിയാതെ പറ്റപ്പോയത് അമ്മായി. ആഹാ, ആ ഫോട്ടോ ഇതാ. ആ ഫോട്ടോ ഇങ്ങ് തരാനല്ലേ പറഞ്ഞേ? അമ്മ എനിക്കൊന്നും കാണാൻ വേണ്ടിയാ. പ്ലീസ് അമ്മായി, നിന്റെ ഈ തള്ളയുണ്ടല്ലോ, ഇവള് കുടുംബത്തുണ്ടായിരുന്ന കാലത്തൊന്നും എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല. ഇവള് ചത്തു തൊലഞ്ഞതിന് ശേഷം കുറച്ചെങ്കിലും സമാധാനത്തോടെ ഞാൻ ഈ വീട്ടിൽ ജീവിച്ചത്. പ്ലീസ് അമ്മായി, ഫോട്ടോ ഒന്നും ചെയ്യല്ല. അതെ, നിന്നെ എപ്പ ഇവിടെ ഇറക്കി വിടണമെന്ന് ആലോചിച്ചോണ്ടാ ഞാനിരിക്കുന്നത്. അതിനിടയിൽ നീ ഇവിടെ പ്രതിഷ്ഠിക്കാന്ന് കരുതിയല്ലേ? താമസിപ്പിക്കാമേ. അമ്മായി, അമ്മായി വേണ്ടമ്മായി, ഞാൻ ഈ ഫോട്ടോ ആരും കാണാതെ വെച്ചോളാം. പ്ലീസ് അമ്മായി, അത് കിട്ടാ. മാമനും മരുമോളും ഇവിടെ എന്റെ സമാധാനം അങ്ങോട്ട് കളഞ്ഞോണ്ടിരിക്കുക. മാറിയോടെ. അമ്മായി, അമ്മായി വേണ്ടമ്മായി, അമ്മായി വേണ്ട. പ്ലീസ് അമ്മായി, അത് കിട്ടാ. അയ്യോ അമ്മേ, എന്നമ്മേ, എന്നാ? അശോ ചേച്ചി, അമ്മായിടൊന്ന് പറയും, ഫോട്ടോ തിരിച്ചു തരാം. അമ്മ എന്തേ കാണിക്കുന്നേ? ആ ഫോട്ടോ ചാരുവിന് തിരിച്ചു കൊടുക്കും. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ. ഇവൾ എന്ത് ധൈര്യത്തിലാടി ഈ ഫോട്ടോ ഈ റൂമിലേക്ക് കൊണ്ടുവന്നത്? ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നുള്ള ധൈര്യമല്ലേ ഇവൾക്ക്? അയ്യോ അമ്മേ, ഫോട്ടോ ചെയ്യല്ല അമ്മേ. അയ്യോ കല്യാണി വിളിച്ചേർത്തി അവളുടെ കയ്യിൽ ഞാൻ വീട്ടിലേക്ക് കൊടുത്തു വിട്ടോളാം. പ്ലീസ് അമ്മായി, അമ്മേ, ചാരു പറഞ്ഞില്ലേ കല്യാണിക്ക് കൊടുത്തിട്ടോളന്ന്, അതങ്ങ് തിരിച്ചു കൊടുക്കമ്മേ. ആണോ? മാറി.